എല്ലാവർക്കും നമസ്കാരം. മഹാഭാരത ഹൃദയത്തിലേക്ക് സ്വാഗതം. ശ്രീ മഹാഭാരതത്തിൽ വനപർവ്വത്തിൻ്റെ ആദ്യ ഭാഗത്ത് ദ്വൈതവനത്തിൽ നടന്ന നിരവധി സംവാദങ്ങൾ ആണ് ഇപ്പോൾ നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാർക്കണ്ഡേയ മഹർഷി വളരെ ശ്രേഷ്ഠമായ ചില ഉപദേശങ്ങൾ കൊടുത്ത ശേഷം പോയി. ഇനി വനപർവ്വത്തിൽ വീണ്ടും ഈ മാർക്കണ്ഡേയ മഹർഷി പാണ്ഡവന്മാരെ കാണാൻ വരും. ആ സമയത്ത് അദ്ദേഹം ശ്രീരാമൻ്റെ ചരിതം അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സന്ദർഭം കൂടിയുണ്ട്. മാർക്കണ്ഡേയ മഹർഷി പോയതിന് ശേഷം അവിടെ വ്യാസൻ വർണ്ണിക്കുന്നത് നിരവധി ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരായ ആളുകൾ അവിടെ ഋഗ്വേദം, യജുർവേദം, സാമവേദം മുതലായ വേദമന്ത്രങ്ങൾ അങ്ങനെ മുഴക്കുന്നു. പാണ്ഡവന്മാരുടെ ജ്യാഘോഷം, അതായത് ഈ ഞാണലിയുടെ ശബ്ദം, ക്ഷത്രിയന്മാരുടെ ഞാണലിയും ബ്രാഹ്മണരുടെ ബ്രഹ്മഘോഷവും ചേർന്ന് ആ ദ്വൈതവനം ഒരു ബ്രഹ്മലോകം പോലെ കാണപ്പെട്ടു എന്നാണ് വർണ്ണിച്ചിരിക്കുന്നത്. അങ്ങനെ മനോഹരമായ ഒരു ബ്രാഹ്മണരുടെയും ക്ഷത്രിയന്മാരുടെയും ഒരു സംഗമഭൂമി, ബ്രഹ്മക്ഷത്രങ്ങളുടെ ഒരു സംഗമം. ലോകത്തിൻ്റെ നിലനിൽപ്പിന് ഇത് രണ്ടും അത്യാവശ്യമാണ് എന്ന കാര്യമാണ് ഇവിടെ വ്യാസൻ സൂചിപ്പിക്കുന്നത്. അതിനനുസരിച്ചുള്ള ഒരു ഉപദേശം അവിടെ ഒരു ബ്രാഹ്മണൻ, ദാൽഭ്യൻ ആയിട്ടുള്ള ഭഗൻ, ദാൽഭ്യൻ എന്ന് വെച്ചാൽ ദൽഭൻ്റെ മകനായിട്ടുള്ള ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ, അദ്ദേഹത്തിൻ്റെ പേര് ഭഗൻ എന്നാണ്. അസുരനായ ഭഗനല്ല, ഇത് ബ്രാഹ്മണനായ ഭഗനാണ്. ആ ബ്രാഹ്മണൻ ഭഗൻ യുധിഷ്ഠിരന് കാണിച്ചു കൊടുക്കുകയാണ് അവിടെയുള്ള ആ ബ്രാഹ്മണരുടെ ആ വേദഘോഷങ്ങളുടെയും ഹോമത്തിൻ്റെയും പ്രാധാന്യം പറഞ്ഞു കൊടുത്തുകൊണ്ട് പറഞ്ഞു, അല്ലയോ രാജാവേ, അങ്ങ് കാണുന്നില്ലേ, ഇവിടെ അഗസ്ത്യൻ്റെയും വസിഷ്ഠൻ്റെയും കശ്യപൻ്റെയും അങ്കിരസിൻ്റെയും ഒക്കെ ഗോത്രക്കാരായ നിരവധി ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ ഹോമങ്ങൾ ചെയ്യുന്നു. അത് അങ്ങക്ക് ഏറ്റവും അനുഗ്രഹം നൽകുന്നവയാണ്. കാരണം ഏതൊരു ക്ഷത്രിയനും ബ്രാഹ്മണരുടെ കൂടെ നിൽക്കുമ്പോൾ മാത്രമേ അവൻ്റെ തേജസ് പ്രവർത്തിക്കുകയുള്ളൂ. ലോകം മുഴുവൻ അവൻ്റെ കീഴിലാകാൻ വേണ്ടിയിട്ടും പുണ്യലോകങ്ങളിൽ അവന് സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടും അവന് ബ്രാഹ്മണരുടെ സഹായം ആവശ്യമാണ്. ബ്രാഹ്മണരുടെ ജ്ഞാനത്തിൻ്റെ ആ ഒരു സഹായം അവന് എന്നും മാർഗദർശകമായിരിക്കും. അങ്ങനെ ക്ഷത്രിയനും ബ്രാഹ്മണനും ഒരുമിച്ച് ചേരുന്നിടത്ത് മാത്രമേ ധർമ്മം നിലനിൽക്കുകയും ചെയ്യുകയുള്ളൂ. വിനീത ധർമാർത്ഥം അപേതമോഹം ലബ്ധ്വാ ദ്വിജം നുദതി നൃപസപത്നാൻ. ക്ഷത്രിയൻ ശത്രുക്കളെ ജയിക്കേണ്ടത് എങ്ങനെയാണ്? രാജാവ് ശത്രുക്കളെ ജയിക്കേണ്ടത് എങ്ങനെയാണ്? ധർമാർത്ഥങ്ങളിൽ വേണ്ട ശിക്ഷണം കിട്ടിയിട്ടുള്ള, മോഹത്തെ ഉപേക്ഷിച്ചിട്ടുള്ള, ആഗ്രഹത്തെ ഉപേക്ഷിച്ചിട്ടുള്ള ബ്രാഹ്മണനായിട്ടുള്ള ഒരു ഗുരുവിനെ കിട്ടിയിട്ടാണ്, ബ്രാഹ്മണൻ്റെ സഹായം കൊണ്ടാണ്. അതങ്ങ് മനസ്സിലാക്കണം. അങ്ങനെയുള്ള ബ്രാഹ്മണരെ ഭജിച്ചത് കൊണ്ടാണ് വിരോചനപുത്രനായ മഹാബലി ഐശ്വര്യം നേടിയത്. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഐശ്വര്യം ക്ഷയിച്ചു പോയത് അതേപോലെ അദ്ദേഹം ബ്രാഹ്മണരോട് ദുഷ്ടത കാണിച്ചത് കൊണ്ടുമാണ്. ഈ കഥ ശാന്തിപർവ്വത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ ശക്രബലി സംവാദം, ഇന്ദ്രനും ബലിയും തമ്മിലുള്ള ഒരു സംവാദ രംഗമുണ്ട്. 224-225 അധ്യായങ്ങൾ. അവിടെ ആ ഇന്ദ്രനും ബലിയും തമ്മിലുള്ള സംവാദത്തിനിടയിൽ മഹാബലിയുടെ ഐശ്വര്യത്തിൻ്റെ കാരണം എന്താണ്, അദ്ദേഹത്തിന് ഐശ്വര്യം നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് എന്നൊക്കെ അവിടെ അവർ തമ്മിൽ സംവദിക്കുന്നുണ്ട്. മഹാബലിയുടെ ആ ശരീരം വിട്ടുകൊണ്ട് സാക്ഷാൽ ശ്രീദേവത ലക്ഷ്മി ദേവി ആ ഇന്ദ്രൻ്റെ ശരീരത്തെ പ്രാപിക്കുന്നതായ ഒരു രംഗം. അവിടെ കാരണം പറയുന്നത്, ഈ മഹാബലി തൻ്റെ ഐശ്വര്യത്തിൽ മത്തനായി വളരെയധികം പ്രമത്തനായിട്ട് അഹങ്കാരിയായി തീർന്നത് കൊണ്ടാണ് ഞാൻ ഇവനെ ഉപേക്ഷിക്കുന്നത് എന്നാണ് ലക്ഷ്മി ദേവി പറയുന്നത്. അതുകൊണ്ട് ബ്രാഹ്മണരെ വേണ്ട പോലെ സേവിച്ചുകൊള്ളൂ. അലബ്ധലാഭായ ച ലബ്ധവൃദ്ധയെ യഥാർഹ തീർത്ഥ പ്രതിപാദനായ യശസ്വിനം വേദവിദം വിപശ്ചിതം ബഹുശ്രുതം ബ്രാഹ്മണമേവ വാസയ. നേടേണ്ട കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടും നേടിയ കാര്യങ്ങളെ സംരക്ഷിക്കാനും അതിനെ അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടിയിട്ടും യശസ്വിയായിട്ടുള്ള, വേദത്തെ അറിയുന്ന, ജ്ഞാനിയായിട്ടുള്ള, പലതരം ശാസ്ത്രങ്ങളെ പഠിച്ച ബ്രാഹ്മണനെ എന്നും കൂടെ നിർത്തിക്കൊള്ളൂ എന്ന് ഈ ദാൽഭ്യനായ ഭഗൻ എന്ന ബ്രാഹ്മണൻ അദ്ദേഹത്തിന് ഉപദേശം കൊടുക്കുകയാണ്. അവിടെ അങ്ങനെ ഉപദേശങ്ങളൊക്കെ ആയിട്ട്, നല്ല സംവാദങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കടന്നു പോകുമ്പോഴാണ് ദ്വൈതവനത്തിൽ ദ്രൗപദിയും പാണ്ഡവരും ചേർന്നിരുന്നു കൊണ്ട് ഒരു സംവാദം, ഒരു ചർച്ച അവിടെ നടക്കുന്നത്. ഇത്ര മനോഹരമായ ചർച്ചയാണ് അവിടെ പത്നിയായിട്ടുള്ള പാഞ്ചാലി, കൃഷ്ണ, അവൾ യുധിഷ്ഠിര മഹാരാജാവിന് ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. സ്ത്രീക്ക് പുരുഷനെ ഉപദേശിക്കാം. അതാണ് പ്രാചീന കാലത്ത് സ്ത്രീകൾക്ക് ഒരു അധികാരമുണ്ടായിരുന്നു. തൻ്റെ ഭർത്താവിനെയും മകനെ ആയാലും അച്ഛനായാലും സ്ത്രീകൾക്ക്
ശാസ്ത്ര സത്യങ്ങളെ, അവർ പഠിച്ച ശാസ്ത്രത്തെ അവർക്ക് ഓർമ്മിപ്പിച്ചു കൊടുക്കുന്നതും സ്ത്രീയുടെ ധർമ്മമാണ് എന്ന് കാണിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവിടെ പാഞ്ചാലിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പ്രിയാച ദർശനീയാച പണ്ഡിതാച പതിവ്രത, 4 ഗുണങ്ങൾ പറഞ്ഞു. അവൾ പ്രിയങ്കരിയാണ്, അവൾ ദർശനീയ സുന്ദരിയാണ്, പണ്ഡിതയാണ്, പതിവ്രതയാണ്. ഈ 4 ഗുണങ്ങളോട് കൂടിയിട്ടുള്ള കൃഷ്ണ ധർമ്മരാജാവിനോട് പറഞ്ഞ വാക്കുകളാണ് ഇവിടെ വ്യാസൻ പകർത്തി വച്ചിട്ടുള്ളത്. അങ്ങയെ ഇതുപോലെ ഈ അജിനം മൃഗചർമ്മമൊക്കെ ഉടുത്തു നിൽക്കുന്ന അങ്ങയുടെ രൂപം കണ്ടിട്ടും, പാണ്ഡവരുടെ ഈ രൂപം കണ്ടിട്ടും ദുഷ്ടന്മാരായ ദുര്യോധനാദികൾക്ക് മനസ്സ് അലിഞ്ഞില്ലല്ലോ എന്നാണ് കൃഷ്ണ പറയുന്നത്. ഈ കാഴ്ച കണ്ടിട്ട് സുഖാർഹരായ രാജകുമാരന്മാരെ ദുഃഖാർഹരായിട്ട്, ദുഃഖിതന്മാരായിട്ട് കണ്ടിട്ടും കർണൻ, ദുശാസനൻ, ദുര്യോധനൻ, ശകുനി 4 പേർക്ക് മാത്രം കണ്ണിൽ വെള്ളം പൊടിഞ്ഞില്ല, മറ്റെല്ലാവർക്കും അവിടെ ദുഃഖമുണ്ടായി എന്ന് പാഞ്ചാലി അനുസ്മരിക്കുകയാണ്. അതുപോലെ അങ്ങക്കും ദുഃഖമുണ്ടാകുന്നില്ലല്ലോ എന്ന് പറയുകയാണ്. ഇവിടെ സുഖാർഹരായ പാണ്ഡവന്മാർ ഈ കാട്ടിൽ വന്ന് കായികനികൾ കഴിച്ച് ജീവിക്കുന്നു. ഭീമസേനൻ സ്വന്തം ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്നു. അർജുനൻ അങ്ങനെ ഭൃത്യന്മാരില്ലാതെ ജീവിക്കുന്നു. ഇങ്ങനെ ഈ രാജ പദവിയോടുകൂടി ജീവിച്ച ആളുകൾ ഈ കാട്ടിൽ ഇങ്ങനെ കഴിയുന്ന കണ്ടിട്ടും അങ്ങക്ക് എന്തുകൊണ്ടാണ് ക്രോധം വർദ്ധിക്കാത്തത്? കസ്മാൻ മഞ്ഞുർന്ന വർദ്ധതേ, അങ്ങക്ക് എന്താണ് ക്രോധം വർദ്ധിക്കാത്തത്? ക്ഷത്രിയന്മാർക്ക് മഞ്ഞു ഉണ്ടായിരിക്കണം. നിർമന്യുവായിട്ടുള്ള ഒരു ക്ഷത്രിയനെയും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷെ അങ്ങയിൽ ഞാൻ ആ നിർമന്യുത്വം കാണുന്നു. എന്ന് വെച്ചാൽ വിപരീതമായ ഗുണം, ക്ഷത്രിയന്മാർക്ക് ഇല്ലാത്തതായ ഒരു ഗുണം, പാടില്ലാത്ത ഗുണമാണ് ക്രോധം വരില്ല എന്ന സ്വഭാവം. അത് അങ്ങയിൽ കാണുന്നത്, വിപരീതമായിട്ട് ഇങ്ങനെ കാണുന്നത് അത്ഭുതമായിരിക്കുന്നു. യോന്ന് ദർശയത്തെ തേജക്ഷത്രിയ കാല ആഗത്തെ സർവഭൂതാനിതം പാർത്ഥ സദാ പരിഭവന്തുത. കാലമനുസരിച്ച്, സമയത്തിനനുസരിച്ചിട്ട് തേജസ്സിനെ പ്രകടിപ്പിക്കാത്ത ക്ഷത്രിയനെ സകല ജീവജാലങ്ങളും എന്തു ചെയ്യും? കുറ്റപ്പെടുത്തും. തഥൈവന ക്ഷമാകാലേ ക്ഷത്രിയെ നോപശാമ്യതി അപ്രിയ സർവഭൂതാനാം സൗമുത്രേവച നശ്യതി. അതുപോലെ യഥാകാലത്ത് ക്ഷമിക്കാൻ സാധിക്കാത്ത രാജാവും എല്ലാ ജീവജാലങ്ങൾക്കും അപ്രിയനായിരിക്കും. അവന് ഇഹലോകത്തിലും പരലോകത്തിലും സുഖം കിട്ടാതെ ഉഭയലോക വിച്യുതനായിട്ട് നശിക്കുകയും ചെയ്യും എന്നൊരു ശാസ്ത്ര സത്യം പറയുകയാണ്. ഞാൻ ഇതിനെ ഉദാഹരിക്കാൻ വേണ്ടി ഒരു കഥ പറയാമെന്ന് പാഞ്ചാലി പറഞ്ഞു. അത് പ്രഹ്ലാദ ബലി സംവാദം. മഹാബലിയുടെ പിതാമഹനാണ് പ്രഹ്ലാദൻ, അസുരന്മാരാണ്. ആ മഹാബലി പ്രഹ്ലാദൻ എന്ന തൻ്റെ മുത്തച്ഛനോട് ചോദിക്കുകയാണ്, അല്ലയോ മുത്തച്ഛ, ക്ഷമയാണോ തേജസ്സാണോ കൂടുതൽ ശ്രേഷ്ഠമായിട്ടുള്ളത്? തേജസ് എന്ന് വെച്ചാൽ പൗരുഷം കാണിക്കുക, ബലം കാണിക്കുക എന്നർത്ഥം. ബലപ്രയോഗത്തിന് ആവശ്യമായിട്ട് തേജസ് എന്ന ഗുണമാണോ അല്ല ക്ഷമയാണോ? ഏതാണ് കൂടുതൽ ഗരീയസീന, ഏതാണ് കൂടുതൽ ശ്രേഷ്ഠമായിട്ടുള്ളത്? അപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു, അങ്ങ് ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുകയാണ് അദ്ദേഹം, വാസ്തവത്തിൽ ക്ഷമ എക്കാലത്തും ശ്രേഷ്ഠമല്ല, അതുപോലെ തേജസ്സും എല്ലാ കാലത്തും ശ്രേഷ്ഠമല്ല എന്നാണ് പറയേണ്ടത്. ക്ഷമ കൂടിയാലും ബുദ്ധിമുട്ടാണ്, തേജസ് കൂടിയാലും ബുദ്ധിമുട്ടാണ്. ക്ഷമ കൂടിയാൽ എന്താണ് ബുദ്ധിമുട്ട്? ക്ഷമ കൂടിയ ഒരു രാജാവിന് ഭൃത്യന്മാരും ശത്രുക്കളും ഉദാസീനന്മാരുമായ ആളുകളിൽ നിന്നും ഭയമുണ്ട്. അവർ അയാളെ തിരസ്കരിക്കും. ഭൃത്യന്മാർ തിരസ്കരിക്കും, ശത്രുക്കൾ തിരസ്കരിക്കും. അതുപോലെ ശത്രുവോ മിത്രമോ അല്ലാതെ ഇടയിൽ നിൽക്കുന്ന ആളുകളും ഈ രാജാവിൻ്റെ ഈ ക്ഷമാശീലത്തെ മുതലെടുത്തുകൊണ്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കും, ഉപേക്ഷിക്കുകയും അല്ലെങ്കിൽ അവരെ ഗൗനിക്കുകയുമില്ല. ഭൃത്യന്മാർ അദ്ദേഹത്തിൻ്റെ ധനം അപഹരിക്കും. യാനം, ശയനം, ഭോജനം, പാനം മുതലായ സുഖ സൗകര്യങ്ങളൊക്കെ അവർ എടുത്ത് ഉപയോഗിക്കുകയും രാജാവ് നിർദ്ദേശിച്ചാൽ പോലും അത് കൊടുക്കേണ്ടവർക്ക് അവർ കൊടുക്കുകയുമില്ല. ഇപ്പോൾ ചില ഉദ്യോഗസ്ഥ പ്രഭൃതികൾ എന്ത് ചെയ്യും? പെൻഷൻ കിട്ടാൻ യോഗ്യതയുള്ള ആളുകൾക്കും പെൻഷൻ കൊടുക്കുകയില്ല, അവരതിങ്ങനെ തടഞ്ഞു വയ്ക്കും. അവർക്കെന്താ അതുകൊണ്ട് ഗുണം എന്ന് വെച്ചാൽ ഗുണമുണ്ടായിട്ടൊന്നുമല്ല, അവർക്കെടുക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കില്ല. പക്ഷേ അവനവൻ്റെ അധികാരം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സാധാരണക്കാരായ ആളുകളോട് അല്പം പരുഷമായി പെരുമാറുക, അവർക്ക് കൊടുക്കേണ്ട ധനം കൊടുക്കാതിരിക്കുക, അവരുടെ ചില ഫയലുകൾ പൂഴ്ത്തി വെക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന രാജഭൃത്യന്മാർ ഇന്നും ഉണ്ടല്ലോ നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ. അതുപോലെ അതിന് കാരണം എന്താണ്? രാജാവിൻ്റെ ക്ഷമയാണ്. രാജാവ് യഥാസമയത്ത് അവർക്ക് ദണ്ഡം, അവർക്ക് ശിക്ഷ കൊടുക്കാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇത് രാജാവിൻ്റെ ഒരു ദൗർബല്യമായിട്ട് മാറും. അതുപോലെ അവരുടെ ഭാര്യമാരുടെ മേലെ മറ്റുള്ളവർ കൈവയ്ക്കും, ശ്രദ്ധിക്കണം. അവരുടെ ഭാര്യമാർ അതുപോലെ സ്വേച്ഛാചാരികളായിട്ട് സഞ്ചരിക്കുകയും ചെയ്യും. ഈ 2 തരത്തിലുള്ള ദോഷം അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ഇനി ക്ഷമയില്ലാത്തവന് തേജസ് അല്പം കൂടിക്കഴിഞ്ഞാൽ എന്താണ് ബുദ്ധിമുട്ട് എന്ന് പറയാം. സ്ഥാനത്തും അസ്ഥാനത്തും ചില രാജാക്കന്മാർ ദണ്ഡം കൊടുക്കും, തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കും.
വേണ്ട സമയത്ത് വേണ്ടാത്ത സമയത്തും കൊടുക്കുന്നത് ശരിയല്ല. അങ്ങനെ വരുമ്പോൾ മിത്രങ്ങൾ ശത്രുവായിട്ട് മാറും, സ്വജനങ്ങളും ശത്രുവായിട്ട് മാറും. അങ്ങനെ അദ്ദേഹത്തിന് ശത്രുക്കൾ വർദ്ധിക്കും. പിന്നെ ധനനാശം ഉണ്ടാകും, സുഖനാശം ഉണ്ടാകും, സന്താപമുണ്ടാകും, ആളുകളിൽ നിന്നും അനാദരവുണ്ടാകും, സ്ഥാനഭ്രംശം, സ്ഥാനം നഷ്ടപ്പെടും, മരണം വരെയും സംഭവിക്കാം. ശത്രുക്കളിൽ നിന്നൊക്കെ മരണം സംഭവിക്കാം. അപ്പോൾ അത് തേജസ് കൂടുതലാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. തസ്മാന്നാത്യുത്സൃജേ തേജോ നച നിത്യം മൃതുർഭവേത് കാലേ കാലേതു സംപ്രാപ്തേ മൃദുസ്തീക്ഷ്ണോപി വാ ഭവേത്. അതുകൊണ്ട് അമിതമായ തേജസ്സോ അമിതമായ ക്ഷമയോ രാജാവിന് ഉണ്ടായിരിക്കരുത്. കാലത്തിനനുസരിച്ചിട്ട് സന്ദർഭത്തിനനുസരിച്ച് ആയിരിക്കണം ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നമ്മൾ കാണിക്കേണ്ടത് എന്ന് പറയുകയാണ്. ഇനി ആരോടാണ് ക്ഷമിക്കേണ്ടത്, എവിടെയാണ് ക്ഷമ കാണിക്കേണ്ടത്, അതിൻ്റെ സമയം എപ്പോഴാണ് എന്ന് വെച്ചാൽ പൂർവോപകാരീയസ്തേ സ്യാത് അപരാധേ ഗരീയസി ഉപകാരേണ തസ്യ ക്ഷന്തവ്യം അപകാരിത. മുമ്പ് ഉപകാരം ചെയ്ത ആളുകളാണെങ്കിൽ അവർ വലിയൊരു അപരാധം ചെയ്താലും അവരോട് ക്ഷമ കാണിക്കുക ഉചിതമാണ്, ക്ഷമ കാണിക്കേണ്ടതാണ്. അതുപോലെ അബുദ്ധിമാശ്രിതാനന്ദോ ക്ഷന്തവ്യം അപരാധിനാം നഹി സർവത്ര പാണ്ഡിത്യം പുരുഷേണ വൈ. അറിവില്ലായ്മ കൊണ്ട് ഒരാളൊരു കുറ്റം ചെയ്തു പോയാൽ അതിനെ നമ്മൾ ക്ഷമിച്ച് സ്വീകരിക്കേണ്ടതാണ്. കാരണം എല്ലാവർക്കും എല്ലാ കാര്യത്തിലും അറിവുണ്ടാകണമെന്നില്ല. പിന്നെ അറിഞ്ഞുകൊണ്ട് കുറ്റം ചെയ്യുകയും എനിക്ക് അറിയില്ല എന്ന് കപടമായിട്ട് പറയുകയും ചെയ്യുന്ന ആളുകളെ ഒരിക്കലും ശിക്ഷ കൊടുക്കാതെ വിടരുത്. സർവസ്യൈകോപരാധസ്തേ ക്ഷന്തവ്യപ്രാണിനോ ഭവേത് ദ്വിതീയേ സതി മധ്യസ്തു സ്വൽപ്പേപ്യപകൃതേ ഭവേത്. ഏതൊരു കുറ്റവാളിയുടെയും ആദ്യത്തെ കുറ്റം അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്ത ആളിനോട് നമ്മൾ ക്ഷമിക്കേണ്ടതാണ്. രണ്ടാമത്തെ കുറ്റം ചെറുതാണെങ്കിലും ഏറ്റവും കടുത്ത ശിക്ഷ കൊടുക്കുകയും ചെയ്യണം എന്നുള്ളതും ദണ്ഡനീതിയുടെ ഭാഗമായിട്ടുണ്ടാകേണ്ടതാണ്. ഇനി മൃദുത്വത്തിൻ്റെ പ്രാധാന്യം എന്താണ്? മൃദുനാ ദാരുണം ഹന്തി മൃദുനാഹന്തി അദാരുണം നാസാധ്യം മൃദുനാ കിഞ്ചിത് തസ്മാ തീവ്രതരം മൃദുത്വം എന്ന് പറയുന്ന ആ ഗുണത്തിൻ്റെ പ്രാധാന്യം എന്താണ്? മൃദുനാ ദാരുണം ഹന്തി, ഏറ്റവും ക്രൂരമായിട്ടുള്ള ഏറ്റവും ഭയാനകമായ വസ്തുവിനെയും വ്യക്തിയെയും മൃദുത്വം കൊണ്ട് നമുക്ക് കീഴടക്കാൻ സാധിക്കും. അതുപോലെ മൃദുത്വം കൊണ്ട് തന്നെ ഏറ്റവും അദാരുണമായ ഏറ്റവും സൗമ്യമായ വസ്തുവിനെയും സൗമ്യനായ വ്യക്തിയെയും നമുക്ക് കീഴടക്കാൻ മൃദുത്വം കൊണ്ട് സാധിക്കും. അതുകൊണ്ട് മൃദുത്വം കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് പ്രഹ്ലാദൻ പറയുന്നു തസ്മാത് തീവ്രതരം മൃദുത്വം എന്ന് പറയുന്നത് ഏറ്റവും തീവ്രമായ ഏറ്റവും കഠിനമായ വസ്തുവാണ് എന്നാണ്. പരസ്പര വിരോധം തോന്നാമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വിജയം നേടാൻ വേണ്ടിയിട്ട് രാജാക്കന്മാർക്ക് മാത്രമല്ല എല്ലാ വ്യക്തികൾക്കും എല്ലാ കാലത്തും ജീവിതത്തിൽ വിജയം നേടാൻ വേണ്ടിയിട്ടും മറ്റുള്ളവരുടെ സ്നേഹം പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയിട്ടും മറ്റുള്ളവരുടെ മനസ്സിനെ ഹൃദയത്തെ കീഴടക്കാൻ വേണ്ടിയിട്ടുമുള്ള ഉപായം എന്താണ്? മൃദുത്വത്തെ സ്വീകരിക്കുക. ആ മൃദുത്വം ഏറ്റവും തീവ്രമാണ്. കാരണം മൃദുത്വം കൊണ്ട് ഏറ്റവും ക്രോധം വന്നിരിക്കുന്ന ഏറ്റവും ദുഷ്ടനായ ആളിനെയും നമുക്ക് കീഴടക്കാം. മൃദുത്വം കൊണ്ട് ഏറ്റവും സൗമ്യനായ ആളിനെയും നമുക്ക് കീഴടക്കി നമ്മുടെ വശത്ത് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള നീതിപൂർവകമായ ഒരു നയം നമ്മൾ കൈക്കൊള്ളണം എന്നാണ് പ്രഹ്ലാദൻ പറയുന്നത്. എന്നിട്ട് പാഞ്ചാലി പറയുന്നു, അല്ലയോ രാജാവേ, തദഹം തേജസക്കാലം തവമന്യേ നരാധിപ. അങ്ങ് പൗരുഷം തേജസ് കാണിക്കേണ്ട കാലമാണിത്. നൂറ്റവന്മാരോട് ഈ ബലം പ്രയോഗിക്കേണ്ട കാലമാണ് ഇത് എന്ന് ഞാൻ കരുതുന്നു എന്നാണ് പാഞ്ചാലി എന്ന ആ ധർമ്മപത്നി ആ പട്ടമഹിഷിയായിട്ടുള്ള രാജമഹിഷിയായിട്ടുള്ള കൃഷ്ണ ഉപദേശിക്കുന്നത്. ഇനി നമുക്ക് ആ യുധിഷ്ഠിര മഹാരാജാവ് ഇതിന് എന്താണ് മറുപടി കൊടുക്കുന്നത് എന്ന് നമ്മൾ കാണുക. ഈ സംവാദങ്ങളിലൂടെ അത് ദ്രൗപദി വേണ്ട സമയത്താണോ പറഞ്ഞത്, വേണ്ട രീതിയാണോ പറഞ്ഞത് എന്നല്ല നമ്മൾ വിമർശിക്കേണ്ടത്. മറിച്ച് ഇത്തരം സംവാദങ്ങളിലൂടെ നമുക്ക് ജീവിത വിജയം ഉണ്ടാക്കാൻ, നമുക്ക് ഓരോ കാലത്തും ഏതേത് പരീക്ഷണ ഘട്ടങ്ങളിലും ഏതേത് തരത്തിൽ നമുക്ക് ജീവിതത്തെ നോക്കിക്കാണണം എന്നുള്ള ഉപദേശമാണ് ഈ കഥകളിലൂടെ, ഈ ഉപദേശങ്ങളിലൂടെ, ഈ സംവാദങ്ങളിലൂടെ വ്യാസഭഗവാൻ തരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് യുധിഷ്ഠിരൻ കൊടുക്കുന്ന മറുപടി എന്താണ് എന്നുകൂടി കേൾക്കാം.